റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റ് ഇന്ത്യയിലുള്ള ഓഹരികൾ വിൽക്കാനൊരുങ്ങുന്നു. ഇത് സംബന്ധിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസുമായി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. ഇന്ത്യയിൽ നയാര എനർജിയിൽ റോസ്നെഫ്റ്റിന് 49.13% ഓഹരികളാണുള്ളത്. ചർച്ച വിജയിച്ചാൽ നയാര എനർജിയെ റിലയൻസ് ഏറ്റെടുക്കും. അതുവഴി റിലയൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ കമ്പനിയായി മാറും. നിലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി. റോസ്നെഫ്റ്റിന് പുറമെ റഷ്യയിലെ പ്രധാന സാമ്പത്തിക സ്ഥാപനമായ UCP ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പും നയാരയിലുള്ള നിക്ഷേപം പിൻവലിക്കാൻ പോകുകയാണ്. UCP ഗ്രൂപ്പിന് 24.5% ഓഹരിയാണ് നയാരയിലുള്ളത്. മറ്റൊരു സ്ഥാപനമായ ട്രാഫിഗുറയ്ക്ക് 24.5% ഓഹരി നയാരയിലുണ്ട്. ഇതിനു പുറമെ ഏതാനും റീറ്റെയിൽ ഇൻവെസ്റ്റർമാരും നയാരയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പ്രതിവർഷം 20 ദശലക്ഷം ടൺ എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള റിഫൈനറിയും ഇന്ത്യയിലുടനീളം 6750 പെട്രോൾ പമ്പുകളുമാണ് നയാര എനർജിക്കുള്ളത്. 2017 $12.9 ബില്യൺ നയാരയെ റോസ്നെഫ്റ്റ് ഏറ്റെടുത്തത്. അന്ന് SR ഓയിൽ എന്നായിരുന്നു പേര്. സാധ്യതയുള്ള നിക്ഷേപകരുമായി ചർച്ചകൾ നടത്തുന്നതിനായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റോസ്നെഫ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ 3 തവണയാണ് ഇന്ത്യ സന്ദർശിച്ചത്. അഹമ്മദാബാദിലും മുംബൈയിലും അടക്കം നിക്ഷേപകരുമായി ചർച്ച നടത്തുകയും ചെയ്തു. പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം റോസ്നെഫ്റ്റിന് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം റഷ്യയിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതാണ് ഇന്ത്യയിലെ നിക്ഷേപത്തിൽ നിന്ന് പിന്മാറാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന റിലയൻസ് ഇൻഡസ്ട്രീസുമായി ചർച്ച നടത്താൻ റോസ്നെഫ്റ്റിനെ പ്രേരിപ്പിച്ചതും ഇതേ ഘടകമാണ്. റിലയൻസിന് ഗുജറാത്തിലെ ജാംനഗറിൽ 2 വലിയ ഓയിൽ റിഫൈനറികളുണ്ട്. പ്രതിവർഷം 68.2 ദശലക്ഷം ടൺ എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളവയാണിവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ശേഷി പ്രതിവർഷം 80.8 ദശലക്ഷം ടണ്ണാണ്.